ഹായ്. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മേനെയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടോ. കാരണം ഉച്ച നേരമാണല്ലോ. ഇവിടെ നിന്ന് നമ്മളുടെ ഫ്ലാറ്റിലേക്ക് എത്തണമെങ്കിൽ തന്നെ 2 മണിക്കൂറിൻ്റെ അടുത്ത് ഡ്രൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, സെക്കന്ദരാബാദ് ആട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇത്രയും ദൂരം ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും വന്നതല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ഹോട്ടലാണ്, ഫേമസ് റെസ്റ്റോറൻ്റാണ് പാരഡൈസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ പോവാം. ഇത്രയും ദൂരത്തേക്കായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ പോകാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ അവിടേക്ക് തന്നെയായിട്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ഇവിടെ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതെന്ന് പറയുന്നത് ഹൈദരാബാദിലെ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. കുറേ സിനിമാ നടന്മാരൊക്കെ വന്ന് കഴിച്ചിട്ടുള്ള പ്ലേസാണെന്ന് തന്നെ പറയാം. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ ആണെന്നുവെച്ചെങ്കിൽ എല്ലാം കാലിയായിട്ട് കിടക്കട്ടെ. കാരണം ഉച്ച നേരം ആയി വരുന്നുള്ളൂ, കാരണം ഉച്ചക്കലത്തെ ഫുഡിൻ്റെ ടൈം ആവുന്നുള്ളൂ കേട്ടോ. നമ്മൾ അച്ഛനും അമ്മേനെയും 10:30 കൊണ്ടാക്കിയതാണല്ലോ. 10:30 കൊണ്ടാക്കിയിട്ട് നമ്മളവിടെ നേരത്തെ എത്തി. പിന്നെ അവരൊരുവിധം കയറ്റി ട്രെയിനിലാക്കിയിട്ടാണല്ലോ നമ്മൾ വരുന്നത്. നമുക്കപ്പോൾ സമയമായി വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ കുറേ നോക്കിയിരുന്നു. ലാസ്റ്റ് നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് തന്നെ നമുക്കൊരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്യാമെന്ന്. ആദ്യം സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടാണെങ്കിൽ ഇത് വരുന്നത് കാണാനില്ല കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ വിളിച്ച് അവരോട് ചോദിച്ചു വരുന്നില്ല എന്ന് വെച്ചപ്പോഴേക്കും അവരിപ്പോൾ വരാനൊക്കെ പറഞ്ഞു. പിന്നെയും വരുന്നത് കാണാണ്ടായപ്പോൾ ചേട്ടൻ വിളിച്ച് 2 ചീത്തയും പറഞ്ഞു. ചീത്ത പറഞ്ഞപ്പോൾ അവർ വേഗം തന്നെ കൊണ്ടുവന്നു കേട്ടോ. അവർ വേഗം പ്ലേറ്റ്സൊക്കെ കൊണ്ടുവന്ന് തന്നു. വേഗം തന്നെ സ്റ്റാർട്ടറൊക്കെ നമുക്ക് ആക്കി വേഗം കൊണ്ടുവന്നു കേട്ടോ. നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഇവിടെ പറഞ്ഞത് നമ്മൾ ചിക്കൻ ലോലിപോപ്പ് ആയിരുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ ചിക്കൻ ലോലിപോപ്പൊക്കെ വന്നപ്പോൾ രണ്ടുപേരും ഫുൾ സെറ്റായിട്ട് അവിടെ ഇരുന്നു. അവർ അത്രയും വിശന്നിട്ടിരിക്കുന്നു. ഉച്ച നേരമല്ല, നമ്മൾ രാവിലെ കഴിച്ച് പോയതല്ലേ. അപ്പോൾ അവർക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരത്. ഇതിലിവിടെ പുതിന ചട്നി ആയിരുന്നു കേട്ടോ അവർ തന്നിരുന്നത് നമുക്ക് ലോലിപോപ്പിൻ്റെ ഒപ്പം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് രണ്ടുപേർക്കും. പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ചിക്കൻ ഫ്രൈഡ് അത്ര അങ്ങനെ കഴിക്കാറില്ല. ഇങ്ങനെ ലോലിപോപ്പൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കഴിക്കലുണ്ട്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഇവിടുത്തെ ബിരിയാണി സ്പെഷ്യലാട്ടോ. കാരണം പാരഡൈസിലെ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ ഫേമസ് ആണ് ഇവിടുത്തെ. അപ്പം ഇവിടുത്തെ ഫേമസിൽ ഇപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് കൂടുതലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിക്കൻ പീസസ് ആണെന്ന് വെച്ചെങ്കിൽ 4 എണ്ണം ഉണ്ടാവും കേട്ടോ അവർ പറഞ്ഞത്. കാരണം ഇപ്പോൾ പിള്ളേരുള്ള കാരണം അപ്പോൾ നമുക്കതാണല്ലോ കുറച്ചുകൂടി സൗകര്യം, നല്ലതും അങ്ങനെയാണ്. കാരണം ഇവർക്ക് ഒരെണ്ണം ഒറ്റയ്ക്ക് മേടിച്ച് കഴിഞ്ഞ് ഇവർ രണ്ടാളും കഴിക്കില്ല. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞപ്പോൾ എന്നാലും വിശപ്പ് അങ്ങോട്ട് മാറാത്ത പോലെ. അപ്പോൾ നമ്മൾ ചില്ലി പനീറും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ കഴിച്ചപ്പോൾ സെറ്റായി, എല്ലാവരെയും വയർ ഫുള്ളായി. പക്ഷേ ധ്രുവയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പനീറിൻ്റെ അങ്ങനെ എല്ലാ ഐറ്റംസും ഒന്നും ഇഷ്ടമില്ല. ജസ്റ്റ് ഫ്രൈ ചെയ്ത പനീറൊക്കെ ആണെങ്കിൽ അവർ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ലൈമും ഓർഡർ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ.